ഈ ഒരുങ്ങി കെട്ടി നിന്നിട്ട് കാത്തു നിൽക്കണതിൽ കലി എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. ഈ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളണം. അപ്പോൾ അതേ ചേട്ടനും ആലുവിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. എനിക്കാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടോപ്പും പിന്നെ ഒരു സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിയുടെ കോട്ടയും കഴിഞ്ഞ്. ആമിക്കുട്ടിക്ക് പട്ടുപാവാട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ സെപ്റ്റംബർ 5-ാം തീയതി ബർത്ത്ഡേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ഒരെണ്ണം നല്ലത് കാണണമെങ്കിൽ എടുക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഇനി പോകണ്ടല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ഷോർട്സിലൊരു കുഞ്ഞാവനെ കണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ആരാന്ന്. അപ്പോൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോളുടെ മോളാണ്. എൻ്റെ അനിയത്തിയുടെ കൊച്ചാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞവിടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണമല്ലോ. അപ്പോൾ കുഞ്ഞാപ്പിനെ കൂടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി ആദ്യം മര്യാദക്ക് ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ അമ്മനെ കാണാനില്ല. അപ്പോൾ ആൾ ചിടുങ്ങാൻ തുടങ്ങി. പിന്നെ പാലും കുപ്പിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി പാലൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തി കേട്ടാ. പക്ഷെ പോയത് വെറുതെ ആയി. ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും പിടിച്ചില്ല. ചേട്ടനും പിടിച്ചില്ല, ആലുവിനും പിടിച്ചില്ല. ഇനി അവർക്ക് വേറെ കടയിൽ കയറണം പോലും. അതുകൊണ്ട് ഞാൻ പിന്നെ ആലുവിനല്ല ആമിക്കൊരു ഫ്രോക്കും എടുത്ത് കുഞ്ഞാപ്പിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. പിന്നെ കരച്ചിലായി. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് വേറെ കടയിൽ പോകാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഈ കടകൾ തോറും കയറി ഇറങ്ങണത് പണ്ടാര അരിശമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണാം.